നവമാധ്യമ കഥ പറച്ചിലിലൂടെ കുട്ടികൾക്ക് പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് സാഹിത്യകാരൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലോക്ഡൌണിൽ ആരംഭിച്ച കഥ പറയാം കേൾക്കൂ എന്ന പേരിലുള്ള കഥ പറച്ചിൽ പ്രോഗ്രാം ഈ പുതുവർഷത്തിൽ 200 കഥകളിൽ എത്തി നിൽക്കുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് കഥകളുമായി എത്തുന്ന ഹരീഷ് മാഷ് പുതുവർഷ കഥയുമായാണ് ന്യൂ ഇയറിന് കുട്ടികൾക്കിടയിലേക്ക് എത്തുന്നത്. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ആ വാർത്ത കേട്ട് കാട് ആഹ്ലാദം കൊണ്ടു. കാട്ടിലൊരു പള്ളിക്കൂടം വരുന്നു. ദിവസവും വൈകിട്ട് കുട്ടികൾ കാത്തിരിക്കും ഹരീഷ് മാഷിന്റെ കഥ കേൾക്കാൻ. നവമാധ്യമ കഥ പറച്ചിലിലൂടെ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനാണ് ഇന്ന് കൂത്താട്ടുകുളം കാക്കൂർ കാഞ്ഞിരപ്പള്ളി മനയിൽ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കുട്ടികൾക്കായി നിരവധി കഥകൾ എഴുതിയിരുന്ന ഇദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകൻ കൂടിയായ സുഹൃത്ത് ടിജോ ജോർജാണ് ഇത്തരമൊരു കഥ പറച്ചിൽ ആശയം പങ്കുവച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മാധ്യമപ്രവർത്തകനായ ടിജോ ജോർജാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. മാർച്ച് 31-ാം തീയതി ഒരു കഥ ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു. അതിന് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളൊരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ആർക്കും ഇഷ്ടാവില്ല. അതേസമയം കഥകളിലൂടെ ഒരു സന്ദേശം കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. മൃഗങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ പശുവിനോ ഒക്കെ മരുന്ന് കൊടുക്കണമെങ്കിൽ പഴത്തിനുള്ളിൽ വെച്ച് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അതുപോലെ കഥകളിൽ പൊതിഞ്ഞ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കുട്ടികൾക്ക് നൽകുക. അത് കഥ പറയാം കേൾക്കൂ എന്ന പേരിൽ തന്നെയാണ് ആ പ്രവർത്തനം നടക്കുന്നത്. മൊബൈലിൽ കഥ റെക്കോർഡ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിക്കും. കഴിഞ്ഞ മാർച്ച് 31-ന് ആരംഭിച്ച കഥ പറച്ചിൽ മുടക്കമില്ലാതെ ഇപ്പോഴും തുടരുന്നു. പിന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കഥകൾ എഴുതാൻ പറ്റുന്നുണ്ട്. ദിവസവും ഒരു കഥ അല്ലെങ്കിൽ ഒന്നിടവിട്ട് ഒരു കഥയെങ്കിലും ഞാൻ എഴുതുന്നുണ്ട്. ഇപ്പോൾ അത് 200-ലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 120ഓളം കഥകൾ ഞാൻ ഈ ഒരു 9 മാസത്തിനിടയ്ക്ക് എഴുതിയതാണ്. തെരഞ്ഞെടുപ്പ് കഥകളും ക്രിസ്മസ് കഥകളുമെല്ലാം മുതിർന്നവർക്കിടയിൽ പോലും ശ്രദ്ധ നേടി. 30 വർഷത്തോളമായി ബാലമാസികകളിൽ ഹരീഷ് ആർ നമ്പൂതിരിപ്പാടിന്റെ കഥകൾ സജീവമാണ്. 40ഓളം പുസ്തകങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. വൈകാതെ പുതിയ കഥകളും പുസ്തക രൂപത്തിലെത്തും. പറ്റുന്നത്രയും കാലം കഥ പറച്ചിൽ തുടരുമെന്നും ഹരീഷ് മാഷ് പറയുന്നു. വിനോദിനും CS ബൈജുവിനുമൊപ്പം ലിബിൻ തോമസ്, അമൃത ന്യൂസ്, കോട്ടയം.